അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ കൊടുത്ത പ്രസ്താവനയാണ്. കോവിഡ് രോഗം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അഴകുഴമ്പൻ സൂചന. ഇപ്പോൾ WHO കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ഗൈഡ് ലൈൻസാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ICMR നൽകുന്ന നിർദ്ദേശങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അവർ അടിവരായിട്ട് പറയുന്നു. അതിനെപ്പറ്റിയൊന്നും വളരെ വ്യക്തമായിട്ട് കോടതി പറയുന്നില്ല. ആകെ പറയുന്നത് ഇപ്പോൾ ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡെത്ത് ആകുകയാണെങ്കിൽ കോവിഡ് ഉണ്ടായാലും ആക്സിഡൻ്റായിട്ട് കൂട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചത്. ഇവിടെ തന്നെ ചക്ക വീണ് മരിച്ച ഒരാൾക്ക് മരണശേഷം അയാളുടെ ശരീരത്ത് കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് കോവിഡ് മരണമാണെന്ന് എഴുതാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അങ്ങനെ എഴുതുകയും ചെയ്തതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ തരത്തിൽ, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇതിൻ്റെ ഒരു തിയറി ഇതാണ്. ഇപ്പോൾ നമുക്ക് അതായത് ഈ വലിയ രോഗങ്ങളുള്ളവർ മരിക്കുമ്പോൾ അവർക്ക് കോവിഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് കൊണ്ടാണ് ഡെത്ത് എന്നവർക്ക് സർട്ടിഫൈ ചെയ്യണം. ഇത് അവരുടെ ഒരു ആവശ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വളരെ ഗുരുതരമായ രോഗങ്ങളുള്ളവരാണ്. അവർ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി കൂടി പടർന്നു പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ രോഗം മൂർച്ഛിക്കും, അവർ മരിക്കും. അപ്പോൾ ഈ കോവിഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവർ മരിക്കും എന്നുള്ള തരത്തിൽ അവരെ ഭയപ്പെടുത്തി കഴിഞ്ഞു. കോവിഡ് ഐഡൻറ്റിഫൈ ചെയ്തുകൊള്ളണമെന്നില്ല. പക്ഷേ അവർ മരിച്ചതിന് ശേഷമായപ്പോൾ അവരുടെ ബോഡിയിൽ ഒരു കോവിഡ് ഉണ്ടെന്നുള്ളൊരു കോവിഡ് ഉണ്ടെന്നുള്ളതല്ല, കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇപ്പോഴുമാണ് കോടതിയിൽ അത് പറയുന്നില്ല. അത് കോവിഡ് പോസിറ്റീവ് എന്ന് പറയുന്നില്ല, കോവിഡ് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? ഒൺലി എ മെയിൻ ടെസ്റ്റ്, എ പോസിറ്റിവിറ്റി ടെസ്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഒരു പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ ഒരാൾക്ക് കോവിഡ് ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്തുന്നത് ശരിയല്ല. ഇന്ന് അവരിത് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് മാത്രമായിട്ട് അങ്ങനെ ഒരു മരണവും ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള മരണങ്ങളോടൊപ്പം കോവിഡ് കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളല്ലോ, കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് അത് നിങ്ങളെ ഇൻഫെക്ഷൻ ഉണ്ടാകണമെന്നില്ല. അത് ഏത് വൈറസും അല്ല, ഇതിൻ്റെ വൈറസ് തന്നെ ആണെങ്കിൽ തന്നെയും അതൊരു ശരിക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ ബാധിക്കുന്നൊരു ഇൻഫെക്ഷൻ ആയിക്കൊള്ളണമെന്നില്ല, പോസിറ്റീവ് ആണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോവിഡ് പോസിറ്റീവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് രോഗം ബാധിച്ചവരും കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ കോവിഡാണ് വന്നത്, അതുകൊണ്ട് കോവിഡ് കൊണ്ട് അത്രയും മരണം എന്നുള്ള സിദ്ധാന്തമാണ് ആദ്യം ഈ WHO ICMR കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ അപകട മരണങ്ങളെക്കുറിച്ചുള്ള ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദർ വാസ് എ ഡിസ്പ്യൂട്ട്. രണ്ട് ഭാഗവും അവർ തന്നെ പറഞ്ഞു തുടങ്ങി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതിന് കോൺട്രഡിക്ഷനാണ്. ആദ്യം പറഞ്ഞു വെച്ചാൽ അവസാനം കോവിഡ് വന്നു എന്നുള്ളത് കൊണ്ട് കോവിഡ് മരണമായിട്ട് എഴുതണം. നിങ്ങൾ 10 വർഷമായിട്ട് നിങ്ങളൊരു റീനൽ പേഷ്യൻ്റാണ്, നിങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കോവിഡ് വന്നു എന്നാണ്, അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവാണ് എങ്കിൽ നിങ്ങൾ മരിക്കുന്നത് കോവിഡ് മൂലമാണെന്ന് എഴുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ വന്നത് കോവിഡാണ്. ഇതാണ് ഇതിൻ്റെ പച്ചയായിട്ടുള്ള ഇത്. രേഖകൾ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് തന്നെ ഒരു ഫൂളിഷായിട്ടുള്ളൊരു അസംഷനാണ് മെഡിക്കൽ സയൻസിൻ്റെ അതുകൊണ്ട്. അതായത് വാട്ട് ഈസ് ദി കോസ് ഓഫ് ഡെത്ത്, അൾട്ടിമേറ്റ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ളത് നമ്മൾ സയൻറ്റിഫിക്കായിട്ടൊരു രോഗിയെ പരിശോധിച്ച് നിർണ്ണയിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ളതിൻ്റെ പേരിൽ അത് പറയുന്നത് ശരിയല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കോവിഡ് മരണങ്ങളെന്ന് പറഞ്ഞതിൻ്റെ 99% എഴുതി തള്ളപ്പെടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ കോമോർബിഡിറ്റി ഇല്ലാത്ത ഈ പ്യുവർ ഈ കോവിഡ് മരണങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഇല്ല, ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ കഴിയും. അപ്പോൾ ഇന്ന് കോടതിയിൽ കൊടുത്ത മൊഴിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് കോമോർബിഡിറ്റി ഉണ്ട്. ആ കോമോർബിഡിറ്റി എത്ര തീവ്രമായാലും കോവിഡ് പിൽക്കാലത്ത് വന്നു എന്ന് തീർച്ചപ്പെടുത്തിയാൽ ഇത് ഒരു വാദമാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്?
നിങ്ങൾ മരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് കോവിഡ് ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കോവിഡിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഈവൻ ഇഫ് യു ആർ നെഗറ്റീവ്, അത് ICMRൻ്റെ ഗൈഡ് ലൈനുണ്ട്. ഈവൻ ഇഫ് യു ആർ ഫൗണ്ട് നെഗറ്റീവ് ആൻഡ് യു ആഫ്റ്റർ യു ആർ റിലീസ്ഡ് ഫ്രം ദി ഹോസ്പിറ്റൽ ആൻഡ് ലിവിങ് യുവർ ലൈഫ്, അതിനിടയിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാൾ കോവിഡ് വന്നിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് കോവിഡ് ഡെത്തായിട്ട് കൗണ്ട് ചെയ്യണമെന്ന് ICMR വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടെ കോടതിയിൽ ബോധിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല സത്യസന്ധമായിട്ട്. അതും ശരിയായൊരു കാര്യമല്ല. കാരണം വെച്ചാൽ മരണത്തിന് ആസന്ന കാരണം ഉണ്ടാകാം, അടിസ്ഥാന കാരണം ഉണ്ടാകാം. ഈ ആസന്ന കാരണമോ അടിസ്ഥാന കാരണമോ കോവിഡ് അല്ലാത്ത കേസുകളിലൊക്കെ തന്നെ തിരിച്ചും മറിച്ചും അത് പറയുന്നുണ്ട്. പിന്നെ ഇൻകൺക്ലൂസീവ് ആയിട്ടുള്ള കാരണം കണ്ടെത്താനാവാത്ത മരണങ്ങളൊക്കെ കോവിഡിൻ്റെ പട്ടികയിൽ പെടുത്തണമെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഗൈഡ് ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇത്തരം ഒരു ഏറ്റുപറച്ചിൽ ഇപ്പം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മഹാവ്യാപ്തിയും ഇതിൻ്റെ ഒരു മാരി എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ഒരു മോർട്ടാലിറ്റി പവറും പെരുപ്പിച്ച് കാണിക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ നമ്മളെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ട് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ പ്രഹരിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് മനുഷ്യ സമൂഹത്തെ പൊതുവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ തോതിൽ ആളുകൾ മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇന്നും മാതൃഭൂമിയിൽ വരുന്നതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. അതെങ്ങനെയാണ് ആളുകളെ മാനസികമായിട്ട് സ്വാധീനിക്കുന്നത്. അത് മാനസികമായിട്ട് നിങ്ങൾ ഈ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറിനെ അത് ബാധിക്കുന്നു, നിങ്ങളുടെ സിസ്റ്റത്തെ പൊതുവേ അത് ബാധിക്കുന്നു. നിങ്ങൾ വളരെ വേഗത്തിൽ മരണത്തിന് അടിമപ്പെടുന്നു. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഒരാൾ മരിക്കുന്നതിൻ്റെ പിന്നാലെ മരിക്കുന്നതിൻ്റെ പിന്നാലെ ഭർത്താവ് മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ രണ്ടു പേർക്കും കോവിഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരവിടെ കൊണ്ട് കിടത്തിയിട്ട് അവരുടെ രോഗം യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്യേണ്ട ആ മാർഗത്തിൽ കൂടി ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം ഒരു പക്ഷേ അവരുടെ ഈ പറഞ്ഞില്ലേ വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മരുന്ന് കൊടുത്ത് നിങ്ങൾക്കത് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. അതിന് പകരം നമ്മുടെ കോവിഡിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിലൂടെ പോയി ടൈം ഡിലേ ആകുമ്പോൾ തന്നെ ഒരാൾക്ക് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാം. ഒരു പറഞ്ഞില്ലേ 48 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലൊക്കെ ന്യൂമോണിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ന്യൂമോണിയ വരാം. ആവശ്യമില്ലാതെ ഈ ട്യൂബുലേഷൻ കൊടുത്ത് മെക്കാനിക്കൽ ട്യൂബുലേഷൻ കൊടുത്താൽ ന്യൂമോണിയ വരാം. അങ്ങനെയുള്ള ഒരുപാട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ഒരാളിനെ അങ്ങനെ തെറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് പറയുക ഒരു കുടുംബത്തിൽ ഒന്നിലധികം മരണങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ അടുത്ത കാലത്ത് വരുന്നൊരു ഫീച്ചറാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് വേവ് ഡെൽറ്റ വരെ ആയിട്ടുണ്ട്, ഡെൽറ്റ പ്ലസ് അപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ്, ആ ഡെൽറ്റ പ്ലസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യാപനശേഷി എത്രയായിരിക്കും, ഒരാൾക്ക് അത് 10 പേർക്ക് കൊടുക്കാൻ പറ്റുമോ, അത് 100 പേർക്ക് കൊടുക്കാൻ പറ്റുമോ, അതിൻ്റെയൊക്കെ കണക്കൊക്കെ എടുക്കുന്ന ഗണിതശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഒരു വിമർശനം പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ സെക്കൻഡ് വേവിൽ ഫസ്റ്റ് വേവ് എന്ന് നിങ്ങൾ പറയുന്ന ആ ഫസ്റ്റ് വേവിൽ നിന്ന് സെക്കൻഡ് വേവിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ പ്രകടമായൊരു മാറ്റം എന്ന് പറയുന്നത് ഷോർട്ട് ബ്രെത്ത് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് വേവിൽ. നിങ്ങൾ സ്ഥിതിവിവര കണക്കെടുത്ത് നോക്കൂ. സ്ഥിതിവിവര കണക്കെടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ അല്ലെങ്കിൽ ആദ്യ കാലത്ത് വരുന്ന റിപ്പോർട്ടിൽ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട സിംറ്റമായിട്ട് ഷോർട്ട് ബ്രെത്ത് ഒന്നും വന്നിട്ടില്ല. ആദ്യം നിങ്ങൾ കോവിഡ് ഫസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ റെക്കോർഡ്സ് നോക്കൂ, പിന്നെ നിങ്ങൾ സ്ഥിതിവിവര കണക്ക് നോക്കൂ. രണ്ടാമത് വരുമ്പോഴത്തേക്ക് ഷോർട്ട് ബ്രെത്ത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. അത് ഡെൽറ്റയുടെ ഗുണം കൊണ്ടാണെന്ന് പറയണ്ട. നിങ്ങൾ മൂക്കും വായും മൂടിക്കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷോർട്ട് ബ്രെത്ത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പൾസും നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഈ ബ്രീത്തിങ് റിഥം, ഇതൊക്കെ തന്നെ ഒന്ന് സിൻക്രണൈസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ അതിൻ്റേതായ തകരാറുകളുണ്ടാകും. നിങ്ങൾ ഇത്രയധികം ദിവസം നിങ്ങൾ 3 മാസ്ക് കൊണ്ട് നിങ്ങൾ മൂക്ക് കവർ ചെയ്യണം. വായുടെ കാര്യം പോട്ടെ, വായിൽ കൂടെയല്ല നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ മൂക്ക് കവർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബ്രീത്തിങ്ങിൻ്റെ നാച്ചുറൽ റിഥമും, ഇപ്പോൾ അതിനൊരു പറഞ്ഞില്ലേ ഒരു ഇതായിട്ടുള്ള ഒരു ടൈം, അതായത് ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര
ശ്വാസം ഉച്ഛ്വാസം എന്നുള്ളൊരു കണക്കുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ആയിരിക്കുമ്പോഴത്തേക്ക്. അത് നിങ്ങൾക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുമോ? ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്ര ഒരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിങ് റിഥം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണേ. ഇപ്പോൾ കുറച്ച് സമയം ഉപയോഗിച്ചിട്ട് അങ്ങ് വലിച്ച് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ വേണ്ടിയില്ല. ഒരുപാട് പേര് ഭയന്ന് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യാത്രാവേളകളിലൊക്കെ മണിക്കൂറുകളോളം ഇതും കെട്ടിക്കൊണ്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു അഭ്യാസമാണ്. ആൻഡ് ദിസ് മേ കോസ് സം ബ്രീത്തിങ് ട്രബിൾ. അതുകൊണ്ട് ബ്രീത്തിങ് ട്രബിൾ സെക്കൻഡ് സ്റ്റേജിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട്. അത് ഡെൽറ്റയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല കൂടിയിട്ടുള്ളത്. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ നേസൽ ബ്രീത്തിങ്ങിനൊരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ നാച്ചുറൽ റിഥം, ആ നാച്ചുറൽ റിഥം എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി സിൻക്രണൈസ്ഡ് വിത്ത് അവർ സിസ്റ്റം. ഇപ്പോൾ ഒരു പൾസ് ബീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പൾസ് ബീറ്റുമായിട്ട് ഒരു തരത്തിൽ സിൻക്രണൈസ് ചെയ്ത് വന്നില്ല, അത് തമ്മിലൊരു വിഘടനം ഉണ്ടായിക്കഴിഞ്ഞ് ഇത് ബിലേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ശ്വാസമോ ഉച്ഛ്വാസമോ ബിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ, അത് സ്ലോ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഷോർട്ട് ബ്രത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതിന് കാരണം നമ്മൾ ഈ മൂക്ക് മൂടി കെട്ടിയിരിക്കും എന്നുള്ളതാണ്. അത് ശരിയായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് സെക്കൻഡ് ഈ വേവിൽ വരുമ്പോഴത്തേക്ക് ഷോർട്ട് ബ്രത്തിൻ്റെ കൂടുതൽ കംപ്ലൈൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇനി ഒരു തേർഡ് വേവ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് കെട്ടിക്കൊണ്ടിരിക്കണം. ഇവർ പറയുന്നത് സൈക്ലിക്കലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് വേവ് കഴിഞ്ഞിട്ട് തേർഡ് വേവ് വരും, തേർഡ് വേവ് കഴിഞ്ഞിട്ട് ഫോർത്ത് വേവ് വരും, ഫിഫ്ത്ത് വേവ് വരും. ഇനി ഒരു വർഷം മുഴുവൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഉള്ള തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിത അവസാനം വരെ ഈ തരത്തിൽ ഇത് കെട്ടിക്കൊണ്ടിരിക്കണോ? അതായത് ഒരു കാര്യമുണ്ട്, ഈ കുടുംബക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. നിങ്ങൾ ഒരിക്കലും മാസ്ക് മാൻഡേറ്ററി അല്ല എന്ന ഔദ്യോഗികമായിട്ട് ലോക്സഭയിൽ ഒരു കാര്യം പറയുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ജനങ്ങളെ ഇത് നിർബന്ധിച്ച് കെട്ടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഒന്നിൽ ഇത് കെട്ടുന്ന മാൻഡേറ്ററി ആണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ മാൻഡേറ്ററി അല്ല, ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസ് എന്നൊരു മറുപടി ലോക്സഭയെ കൊടുത്ത് ലോക്സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇത് ഇമ്പോസ് ചെയ്യുകയാണ്. ബൈ ഫോഴ്സ് യു ആർ ഇമ്പോസിങ്. അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് വലിച്ചു കയറി പൈസ എടുത്തുകൊണ്ട് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെന്താ നിയമവാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് ഇപ്പോൾ പറയില്ല, കോടതിയിൽ തന്നെ പാതി കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ്. എണ്ണപ്പെരുപ്പം ഉണ്ടാകുന്നതിൻ്റെ കാര്യങ്ങളിലൊരു പ്രധാന കാര്യം പറഞ്ഞു, മറ്റു രോഗങ്ങൾ കൊണ്ട് മരിച്ചാലും മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നാലും കോവിഡ് ഉണ്ടെങ്കിൽ, കോവിഡ് ഉണ്ടെന്നുള്ളതല്ല, കോവിഡ് പോസിറ്റിവിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങളങ്ങനെ കണക്ക് കൂട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ വെച്ച് നിങ്ങൾ പൊളിഞ്ഞു, നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് പൊളിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയണം. കോവിഡ് ഡെത്ത്സിനെ കോവിഡിൻ്റെ മാത്രമായ രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയണം. 70 വയസ്സ് കഴിഞ്ഞവരും ക്രോണിക്കായിട്ട് പല ഡിസീസസ് ഉള്ളവരുമായിട്ടുള്ള ഒരു വിഭാഗത്തിലാണ് മരണം സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവരുടെ കണക്കനുസരിച്ച് 96.7 രോഗമുക്തി മാറ്റമാണ്. അങ്ങനെ വരുമ്പോൾ 3% പേരെ ഈ പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്നുള്ളൂ. അത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങൾ ഈ ഇത്രയും രോഗമുക്തരുണ്ടാകുമ്പോൾ ഇത്രയധികം പേര് രോഗം കൊണ്ട് മരിക്കുന്നു എന്നുകൂടി പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഭയങ്കരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. പറയുന്ന മുഴുവൻ അബദ്ധവും കള്ളക്കണക്കുകളുമാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ഉത്സാഹിക്കുന്ന ഹിന്ദു ദിനപത്രമാണ്. ഹിന്ദു ദിനപത്രം ബാംഗ്ലൂരിൽ പോയിട്ട് ഒരുപാട് 10 ഇരട്ടി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഇതിൻ്റെ അവർ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരട്ടി വെച്ചാൽ ഹിന്ദു പത്രത്തിൻ്റെ ആൾക്കാരാണല്ലോ പോയി ആശുപത്രി പരിശോധന നടത്തുന്നത്. ഒരാളിന് കോവിഡ് ഉണ്ടോ, കോവിഡ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ സിസ്റ്റത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇൻഫെക്ഷൻ പവർ കൊണ്ട് അത് മറ്റു രോഗമുള്ള ഒരാളിനെ എങ്ങനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് ഹിന്ദു പത്രത്തിനാണ്. അതുകൊണ്ട് ഹിന്ദു പത്രം വളരെ കൃത്യമായിട്ട് ഇതെല്ലാം 10 ഇരട്ടി അല്ലെങ്കിൽ 14 ഇരട്ടി കുറച്ചാണ് ഇവിടെ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണം സംഭവിക്കുന്നുണ്ട് പല കാരണങ്ങളാലും. ഈ പറഞ്ഞ കോവിഡ് ഫിയർ കൊണ്ട്, കോവിഡ് അനാർക്കി, നിങ്ങൾ സൃഷ്ടിച്ച ഒരു ഭയങ്കര കോവിഡ് അനാർക്കി ഉണ്ട്. ആ അനാർക്കി കൊണ്ട് ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ടാകാം.
പക്ഷേ അതൊക്കെ കോവിഡ് ഡെത്താണ്, എക്സസ് ഡെത്ത് വരുന്നതെല്ലാം കോവിഡ് ഡെത്താണോ എന്നൊന്നും എഴുതി പിടിപ്പിക്കരുത്. അതായത് ഈ ഹിന്ദുവിനെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ളൊരു പത്രത്തിൽ ഈ തരത്തിൽ യാതൊരു വസ്തുനിഷ്ഠതയുമില്ലാത്ത റിപ്പോർട്ടുകൾ വരിക എന്ന് പറയുന്നത് കഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ അത് വളരെ ഓബ്ജക്റ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത് നടന്ന ഒരു പത്രമാണെന്നുള്ള ഒരു ഖ്യാതിയോ അപഖ്യാതിയോ ഒക്കെ ആ പത്രത്തിനുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അങ്ങ് എഴുതി പിടിപ്പിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. ഇപ്പോൾ ബാംഗ്ലൂരിലെ ലേഖകൻ്റെ റിപ്പോർട്ടാണ്. ബാംഗ്ലൂരിലെ യഥാർത്ഥ കണക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും. നിങ്ങൾ പത്രങ്ങൾ നടത്തുന്ന ഗസ് വർക്ക് പോലെ അല്ല ഇത്. ഒരു രോഗം വരുമ്പോൾ പറഞ്ഞില്ലേ, ഒരു വൈറസ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആ വൈറസിൻ്റെ ആ ഒരു പ്രഹരശേഷി എത്ര ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ടാകണം. അതറിയണമെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകണം. ആ ബോധം ഇന്ത്യൻ ഈ മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കൃത്യമായിട്ടുണ്ടായിട്ടില്ല. മറ്റുള്ളതുമായിട്ട് കൂട്ടിക്കുഴച്ച് വിരകിക്കൊണ്ട് പറയുന്ന കണക്കുകളൊന്നും കണക്കുകളുമല്ല. അത് പറയാനുള്ളൊരു പത്രധർമ്മം അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധം ഹിന്ദു ദിനപത്രത്തെ പോലെയുള്ളൊരു പത്രത്തിനുണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. എങ്ങനെ ഗവൺമെൻറ് എന്തോ ഈ മരിച്ചുപോയവരുടെ കണക്കിങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. കുറച്ച് കൊണ്ടുവരികയല്ല. ഇപ്പോൾ കേരളത്തിൽ 2007 എക്സസ് ഡെത്ത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഡെത്ത് കുറവായിരുന്നു. സാധാരണ ഉണ്ടാകുന്ന ഡെത്ത് കുറവായിരുന്നു. 2021 ചിലപ്പോൾ കൂടിയേക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടുള്ളത് പാനിക്കാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. പാനിക്കിൽ നിന്നും പാരനോയിയയിലേക്ക് ഉള്ളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തതും ഇതേ ഹിന്ദു പത്രം തന്നെയാണ്. അതെങ്ങനെയാണ് ഒരു സമൂഹത്തെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും ഒരു സെൻസേഷണലായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ആളുകളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ, ഇത് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം വലുതാണ്. ആ അപകടത്തിൽ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആണ്. നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ഇളവ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കൊടുക്കുകയാണ് ഗവൺമെൻറ്റിന്. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും പേരെ മരിച്ചിട്ട് ഗവൺമെൻറ് കള്ളം പറയുകയാണെന്ന്. ഗവൺമെൻറ് കള്ളം പറയുകയല്ല, ഗവൺമെൻറ് കൃത്യമായിട്ട് കണക്ക് കൂട്ടാറിഞ്ഞൂടാ. കണക്ക് കൂട്ടാനുള്ള വിരലുകളില്ല, കാൽക്കുലേറ്ററുകളില്ല, ഒന്നുമില്ല. അവരെല്ലാത്തിനെയും കൂട്ടിക്കുഴച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ICMRൻ്റെ ഗൈഡ് ലൈൻ മാത്രം നിങ്ങളുടെ അടുത്തുനിന്ന് പ്രസിദ്ധീകരിക്കുക. ഈ പറയുന്ന പത്രത്തിന് അത്രയും ചെയ്യാമല്ലോ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് കോവിഡ് ഡെത്ത്സ് ആണെന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? സാധാരണഗതിയിൽ ഡെത്തിൻ്റെ കോസ് നിശ്ചയിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂഴ്ത്തിവെച്ചിട്ട്, അതിപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കോടതി പറഞ്ഞത്. മാനദണ്ഡങ്ങൾ പൂഴ്ത്തിവെച്ചിട്ട് എല്ലാം കോവിഡ് ഡെത്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോവിഡിൻ്റെ ഒരു മഹത്വവൽക്കരണവും അതിൻ്റെ ഒരു മാരകശേഷിയെക്കുറിച്ചുള്ള ഈ തരത്തിലുള്ള അതിശയോക്തീകരണവും ഒന്നും ശരിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ജീവനെ പൊതുവായി ബാധിക്കുന്ന തരത്തിൽ, മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ പൊതുസമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ, സാമൂഹ്യ മനഃശാസ്ത്രത്തെ തന്നെ പൊതുവായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വിടുമ്പോൾ വെറുതെ ഇരുന്നുകൊണ്ടങ്ങ് എഴുതി വിട്ടാൽ പോരാ. അതിന് അടിസ്ഥാനപരമായ തെളിവുണ്ടാണ്. നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെങ്കിലും, ഈ പറയുന്ന ആൾക്കാർ ഒരു പേഷ്യൻ്റെങ്കിലും ഈ പറയുന്ന ഈ കോവിഡിൻ്റെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിരുന്നു, ആ ഇൻഫെക്ഷൻ കൊണ്ട് ഇതിന് സംഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ കാര്യം തന്നെ വന്നിരിക്കുന്നത് ഒരു 2 ദിവസമായിട്ടുള്ളൂ. അവിടെ CDC, US CDC പുതിയൊരു കണ്ടുപിടുത്തം നടത്തി. ഒരു പുതിയ രോഗം ഉണ്ടായിരിക്കുകയാണ്. അത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ, പർട്ടിക്കുലർലി ഇൻ ചിൽഡ്രൻ. അതായത് കുട്ടിയൊക്കെ ആർക്കെങ്കിലും ഈ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ എന്നും പറഞ്ഞ് ആ ഒരു രോഗം വരും. അതിന് ലക്ഷണങ്ങളേയുള്ളൂ. ഇതിപ്പോൾ ചുവപ്പ് സ്കാർസ് കൂടെ വരും. മറ്റുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ വയറിളക്കവും പനിയും ഒക്കെ തന്നെ. ഇതിന് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. ഇതിപ്പോൾ കൊച്ചിയിലുണ്ടായി എന്നാണ് പറയുന്നത്. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ്റെ 6 or 7 കേസുകൾ കുട്ടികൾക്ക് കൊച്ചിയിലുണ്ടായി. പക്ഷേ അത് ക്യൂർ ചെയ്ത് ആൻറ്റിബയോട്ടിക് കൊടുത്താണ് ക്യൂർ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. നിങ്ങൾ ദി കോസ് ഈസ് കോവിഡ് എന്ന് പറഞ്ഞതിന് ശേഷം കോവിഡ് പോലെ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം മുതൽ നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ തന്നെ
പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒരു പക്ഷേ നിങ്ങൾ കൊണ്ടുപോയി ചെറിയ പ്രായത്തിൽ വാക്സിനേഷൻ കൊടുത്ത് കാണും. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ കോവിഡിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത മരുന്ന് കൊടുത്ത് കാണും. ആവശ്യമില്ലാത്ത മരുന്നുകൾ കുറേ കൊടുക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ പീഡിയാട്രിക് ലെവലിൽ സാധാരണ കൊടുക്കാറുള്ള മരുന്നുകൾ കൊടുത്തു നോക്കുക. അതിന് പകരം മുൻകൂർ അതിനൊരു കോവിഡാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് പനി, ഛർദി അല്ലെങ്കിൽ ജലദോഷം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കോവിഡാണെന്നുള്ള അസസ്മെൻറ്റ് കുട്ടികളെ കൊണ്ടുപോയി ആ ഒരു ലൈനിൽ കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനപ്പുറവും സംഭവിക്കും. അത് സംഭവിക്കണമെന്നാണ് CDC ആഗ്രഹിക്കുന്നത്. CDC എന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷനാണ്. CDC ഇന്നലെയോ മെനങ്ങാന്നുമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കോസസ് എന്തെന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കോസസ് വ്യക്തമല്ല. ഇങ്ങനെ ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഇപ്പോഴത്തെ ഈ പറയുന്ന രോഗത്തിൻ്റെ കോസസ് എന്താണെന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. കോസസ് വ്യക്തമല്ല. കോസസ് വ്യക്തമല്ലാത്ത പുതിയൊരു രോഗം കൂടെ വരികയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനുബന്ധം പോലെ. അപ്പോൾ നമ്മൾ അത് എന്താണ് ഏതാണ് എന്ന് അറിയുന്നതിന് മുമ്പ് ഈ പറയുന്ന രോഗലക്ഷണങ്ങൾക്ക് പറഞ്ഞില്ലേ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകുന്ന സാധാരണ കുട്ടികൾക്ക് വരുന്ന എന്തെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അത്രയേ ഉള്ളൂ. അത് വലിയൊരു കാര്യമായിട്ട് അതും ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ മലയാളം പത്രങ്ങൾ പകർത്തിയെടുത്ത് അതും കൂടെ ഒരു ആക്കിയിട്ട് നമ്മുടെ കൊച്ചുങ്ങളെ മുഴുവൻ പേടിപ്പിച്ച് വിറപ്പിച്ച് മതിയാവുന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യട്ടെ. കുട്ടികളോട് ആരോടെന്നില്ല, എന്തിനോടൊന്നില്ല, എന്തിൻ്റെങ്കിലും അരികും മൂലയും അറിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് CDC എന്തെങ്കിലും വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആ രോഗം വരും അതിൻ്റെ അടുത്ത ദിവസം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. മൂന്നാമത് വരുന്ന വെച്ചാൽ ഇന്നത്തെ ഇതിൽ വരുന്നത് മോഹനം വൈദ്യർ എന്ന് പറഞ്ഞൊരു വൈദ്യരുണ്ട്. അദ്ദേഹത്തിന് ബിരുദങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ വൈദ്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ. അദ്ദേഹം ചില പച്ചമരുന്നുകളൊക്കെ കൊടുത്ത് പലതും തീർക്കുമെന്ന് പറയും. ആ രോഗമില്ല ഈ രോഗമില്ല എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഫാൾസ് ഫൈൻഡിങ്സ് ഉണ്ട്. നമ്മുടെ ലാബുകൾ നടത്തുന്ന ഒരുപാട് ഫാൾസ് ഫൈൻഡിങ്സ് ഉണ്ട്. പല രോഗങ്ങളെ പറ്റിയും ഫാൾസ് ഫൈൻഡിങ്സ് ഉണ്ട്. ഈ ഫാൾസ് ഫൈൻഡിങ്സ് ഉള്ളത് ഇങ്ങനെയുള്ള ആളുടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 50% ശരിയായിരിക്കും. അങ്ങനെ 50% ശരിയായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വൈദ്യനിൽ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം കൂടും. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫാൾസ് ഫൈൻഡിങ്. അതൊരു ഫാൾസ് ഫൈൻഡിങ് ആണ്, ഒരു ലാബ് നടത്തിയൊരു പെശകാണ്. അതും കൊണ്ട് നിങ്ങൾ മോഹനം വൈദ്യരുടെ അടുത്തില്ലെന്നു. മോഹനം വൈദ്യരിൽ നിന്ന് ഞാൻ വേറെ ചില പരീക്ഷണങ്ങൾ നടത്തി നോക്കട്ടെ എന്ന് പറയുന്നു. ഇതൊരു ഫാൾസ് ഫൈൻഡിങ് ആയതുകൊണ്ട് അയാൾക്ക് രോഗമില്ലാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെടുന്നത് മോഹനം വൈദ്യരുടെ വൈദഗ്ധ്യം കൊണ്ടല്ല. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ പകുതി പറയുമ്പോൾ 100 കാര്യം പറയുമ്പോൾ അതിൽ 50 അല്ലെങ്കിൽ 40 എണ്ണം ശരിയാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. അത്രയും 40 എണ്ണം ശരിയായി കഴിഞ്ഞാൽ 40 എണ്ണം ശരിയായല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മഹാജ്യോത്സ്യനായിത്തീരും. 60 എണ്ണം തെറ്റായിട്ട് പറഞ്ഞ് നമ്മൾ മറന്നു കളയും. ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇയാൾ ക്വാക്കാണെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പറഞ്ഞില്ലേ പ്രൈം മിനിസ്റ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞ് പാട്ടോട്ടാൻ പറഞ്ഞു. പാട്ടോട്ടുന്ന എന്താ ചികിത്സയാണ്? അതും ഒരു ക്വാക്കിൻ്റെ പണി തന്നെയാണ്. നമ്മുടെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റുകളെന്ന് പറയുന്നത്, ആൻറ്റിജൻ ടെസ്റ്റുകളെന്ന് പറയുന്നത്, ഇന്നലെ എത്ര 1,07,000 പേരെ എങ്ങാണ്ട് കിട്ടിയുള്ളൂ സ്വേദം പരിശോധിച്ച്. എന്നിട്ട് 12,000 പേരുടെ കണക്ക് കിട്ടി. അതെന്താണ്? അത് ക്വാക്കിൻ്റെ പണിയല്ലേ? അത് ഈസ് ഇറ്റ് കറക്റ്റ്, ആക്യുറേറ്റ്? നിങ്ങൾക്ക് പറയാമോ, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാമോ ഈ പറയുന്ന റിസൾട്ട് ആക്യുറേറ്റ് ആണെന്ന്? അത് ഇൻഫെക്ഷൻ പവറുള്ള ഒരു വൈറസിനെ നിങ്ങൾ കണ്ടെത്തി അത് രോഗകാരണമായി തീർന്നു എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുന്നത്? അങ്ങനെ രോഗകാരണം കണ്ടെത്താതെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു ക്വാക്കിൻ്റെ പണിയാണ്. അതാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മോഹനം വൈദ്യൻ എന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളോടും കൂടി മോഹനം വൈദ്യൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് കേരളത്തിലെ മെഡിക്കൽ വകുപ്പെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് മോഹനം വൈദ്യൻ്റെ മരണത്തെക്കുറിച്ചാണ്. അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചതിന് ശേഷം അയാളുടെ ഡെഡ് ബോഡിയിൽ നോക്കിയപ്പോഴത്തേക്ക് കോവിഡിൻ്റെ പ്രസൻസ് കണ്ടെത്തി. കോവിഡ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മീൻ
കോവിഡ് ഹാസ് അഫക്റ്റഡ് ഹിം. അത് കോവിഡിൻ്റെ വൈറസ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പല്ല. അത് കഴിഞ്ഞതിന് ശേഷം അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പോസ്റ്റ്മോർട്ടത്തിന് തിരിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർമാർക്ക് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രചാരണ പദ്ധതിയുടെ ഭാഗമാകുമ്പോഴത്തേക്ക് അയാൾക്ക് കോവിഡ് തന്നെ ആയിരുന്നതും കോവിഡ് അയാളുടെ ഇൻഫ്ലമേഷൻ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചെന്ന്. അപ്പോൾ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചതുപോലെ തന്നെ വേറൊരു ആരോഗ്യ പ്രവർത്തനം കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അത് ആര് കുഴഞ്ഞു വീണ് മരിക്കുന്ന ആരുടെ ശരീരത്തിലും ഇത് പോസിറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അതൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം കൂടെ നടത്തിയിട്ട് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റിയൊക്കെ നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നടത്തിയിട്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് അസ്വാഭാവിക മരണമെന്നും പറഞ്ഞ ഒരാളുടെ മരണം അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ കോവിഡ് പിടിച്ച് മരിച്ചെന്നും പറഞ്ഞ് അതിൻ്റെ കൂടെ ഒരു കോവിഡ് ആഡഡ് ആക്കുന്നതിനാണ്. ബെറ്റർ യു കൺഫേം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മരണകാരണം കോവിഡാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അത് അറിയാൻ വേണ്ടിയാണല്ലോ. അത് നടത്തി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് കോവിഡ് മൂലമാണെന്നും പറഞ്ഞിട്ട് ഡെഡ് ബോഡി കൊടുത്തിട്ട് കോവിഡിൻ്റെ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കേണ്ട കാര്യം എന്താ? കോവിഡാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ മരണകാരണം കണ്ടെത്തുന്നതിന് മുമ്പ് മരണകാരണം കോവിഡാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരാളുടെ മൃതദേഹം സംസ്കരിച്ചിട്ട് ഇനി അതിൻ്റെ റിപ്പോർട്ട് പിന്നാലെ വരും. മരണകാരണം എന്തെന്നുള്ള അതിൻ്റെ റിപ്പോർട്ട് പിന്നാലെ വരും. ഇത് ഏത് ശാസ്ത്രമാണിത്? നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് മോഹന വൈദ്യനല്ല, വേറെ ആരായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ അയാൾ കോവിഡ് അവിശ്വാസിയായിരുന്നു, അല്ലെങ്കിൽ അയാൾ അലോപ്പതി അവിശ്വാസിയായിരുന്നിരിക്കാം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള മാർഗ്ഗമുണ്ടാകും. മാതാ അമൃതാനന്ദമയുടെ അവിടെ എത്രയോ പേര് പോകുന്നു അവർക്ക് മനഃശാന്തി കിട്ടാൻ വേണ്ടി. അതുപോലെ ഈ പാട്ട കൊട്ടി വിളക്ക് കത്തിച്ചാൽ കോവിഡ് പോകുമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് പറഞ്ഞില്ല, ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു മാനസികാശ്വാസത്തിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരിക്കും, ഇല്ലതെന്നും പറയുന്നില്ല. മോഹനം വൈദ്യൻ കറക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റ് ആവണമെന്നില്ല. മോഹനം വൈദ്യനേക്കാളും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മോഹനം വൈദ്യം മോശക്കാരനാണെന്ന് സ്ഥാപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, രജിസ്ട്രേഷൻ ഇല്ലാതെ ചികിത്സ നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുവന്ന് അത് നമ്മുടെ കോവിഡ് വിശ്വാസ്യതയുടെ ഒരു അടയാളമായിട്ട് ഉയർത്തി കാണിക്കേണ്ട ആ ഒരു ഗതികേട് ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാകുക എന്ന് പറയുന്നത് പരിതാപകരമാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാളും പ്രധാനമായിട്ടതുണ്ട് IMA എന്ന് പറയുന്നൊരു ഇതും കണ്ടിത്. ഇപ്പോൾ ഒരു കോവിഡ് അവിശ്വാസിയായിട്ടുള്ള ഒരാൾ മരിച്ചു, എന്നിട്ട് അയാൾ കോവിഡ് പിടിച്ചാണ് മരിച്ചതെന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ഇപ്പോൾ കോവിഡ് വിശ്വാസികളായ 730 ഡോക്ടർമാർ കഴിഞ്ഞ വർഷം ആകെ 730 ഡോക്ടർമാരെ മരിച്ചുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് വർഷം പകുതി ആയപ്പോൾ തന്നെ 750ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് കോവിഡ് വിശ്വാസികളായിട്ടുള്ളവർ കോവിഡ് പിടിച്ചു തന്നെ മരിച്ചെന്നാണ് IMA എന്ന് പറയുന്ന സംഘടന പറയുന്നത്. ഡോക്ടർമാരാണ്. അപ്പോൾ മോഹനം വൈദ്യം മാത്രമല്ല, അവിശ്വാസിയായിട്ടുള്ള മോഹനം വൈദ്യം മാത്രമല്ല, വിശ്വാസികളായിട്ടുള്ള കോവിഡ് വിശ്വാസികളായിട്ടുള്ള 750 ഡോക്ടർമാരാണ് മരിച്ചത്. കൊല്ലത്ത് തന്നെ വാക്സിനേഷനും കൂടെ എടുത്ത ഒരു ഡോക്ടർക്ക് മരണം സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് കാണിച്ച് വെച്ചിട്ട് വേറൊരു തരത്തിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണങ്ങളായിത്തീരുന്നില്ല. അതൊക്കെ വളരെ മോശമാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് സത്യസന്ധതയാണ്. ദിവസം തോറും ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കുട്ടികൾക്ക് വരുന്ന രോഗത്തെപ്പറ്റി ഈ പറഞ്ഞില്ലേ വേവ് എന്ന് പറയുന്നത് 3rd വേവ് വരെയാണെന്നുണ്ടെങ്കിൽ 3rd വേവ് വരെയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായും മൂക്കും മൂടിക്കെട്ടി നടക്കുന്നതെന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 3rd വേവ് അല്ല 4th വേവും വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് പുതിയ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നേസൽ ആ ബ്രീത്തിങ്ങിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അതുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ അതൊരു വേറൊരു വേവാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ഈ പറഞ്ഞില്ലേ, ഞാനായിട്ട് പറഞ്ഞതല്ല, ഇതിൻ്റെ ആവശ്യമില്ല, ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് പറയുന്നത്. കുടുംബക്ഷേമ ആരോഗ്യ വകുപ്പാണ് പറയുന്നത്, ലോക്സഭയിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് യു ഷുഡ് വെയർ മാസ്ക് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, അനാവശ്യം എന്താണ്, ഇത് ഏത് സമയത്ത് ഉപയോഗിക്കണം, ഏത് സമയത്ത് ഉപയോഗിക്കേണ്ട,
അത് എത്ര അളവോളം ഉപയോഗിക്കണം, എത്ര അളവോളം ഉപയോഗിക്കേണ്ട, ഇതിനൊക്കെ കുറേ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിങ്ങനെ അനന്തമായിട്ട് ഇതിങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കണം. അത് മാസ്ക് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ജനതയെ മുഴുവൻ വഞ്ചിക്കുന്ന രീതിയിൽ വീണ്ടും നിങ്ങൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോകത്ത് എല്ലാവരും ഇതുപോലെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർനാഷണലായിട്ട് വരുന്ന ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമാണ്. ഇൻ്റർനാഷണലായിട്ട് വരുന്ന ഒരു കൺസ്പയർഡ് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അലക്സോ പറഞ്ഞത് ഈ WHO എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്രിമിനൽ ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞത്. ആ ക്രിമിനൽ എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. ഒരു ലോകത്തെ മുഴുവൻ കൊല്ലുവാനും തകർക്കുവാനും വേണ്ടി കരുക്കൾ നീക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള തരത്തിലാണ് അലക്സോ WHO-നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ 94 ഡോക്ടർമാർ സൂറത്തിലെ ഡോക്ടർമാർ പറയുമ്പോൾ അവർ പറഞ്ഞതിനകത്തൊരു അർത്ഥം ഉണ്ടായിരുന്നു. നിങ്ങളെ അവിടെ WHO എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലൈൻഡായിട്ട് അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ബോധ്യം വേണം എന്ന് പറയുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു സമീപനം തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഒരു IMA ഉള്ള കാലത്തോളം നടക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വക്താക്കളും ദല്ലാളന്മാരുമായിട്ട് മറ്റുള്ളവർക്ക് ഹയർ ചെയ്യാവുന്ന ചരക്കുകളായിത്തീരുന്ന ഡോക്ടർമാരുടെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് നടക്കാൻ പോകുന്നില്ല. അവരൊക്കെ ആയിരിക്കും ഇതിനെ, പ്രത്യേകിച്ചും ക്യാപിറ്റലിസത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾക്ക് നമുക്ക് പഴയ സ്വപ്നങ്ങളായിട്ട് മാത്രം നമ്മുടെ ഡോക്ടർമാരുടെ ഓണസ്റ്റി എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടു പോയ ഒരു സ്വപ്നമായിട്ട് മാത്രം നമുക്ക് കാണേണ്ടി വരും. എന്നാലും ഒരുപാട് ചെറുപ്പക്കാരായ ഡോക്ടർമാരുണ്ട്. ഇതിൽ വലിയൊരു പ്രതിരോധം തീർത്ത അവരാണ്. അവർ പല രോഗികളുടെടുത്തും പ്രൈവറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊറോണയൊന്നുമല്ല, നിങ്ങൾക്ക് ചികിത്സ തരാം, നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവർക്ക് ആൻറ്റിബയോട്ടിക്സും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞില്ല ന്യൂമോണിയ വരെ എത്തിയിട്ടുള്ള രോഗികളെ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ചികിത്സിച്ച് അവർ അത് സുഖപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അവരെ കാരണമൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞില്ല ഈ രോഗമുക്തി എന്നുള്ള രോഗമില്ലാത്ത കുറേ പേരെ പിടിച്ച് കൂടാതെ ഈ നിങ്ങൾ രോഗം ഉണ്ടാക്കുന്നവർക്ക് കൂടി അവരെ കൂടി രോഗമുക്തരാക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അവരില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവരല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതാണ് നമ്മുടെ ധർമ്മസങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന ഒരു ഇതെന്ന് പറയുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറയുമ്പോഴും കൊട്ടേഷൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ അതിൽ വരുന്ന സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ, പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാർ നേരിട്ട് ചെന്ന് വെട്ടിക്കൊല്ലുക, സ്ത്രീകൾ കൊട്ടേഷൻ കൊടുത്ത് വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ വേറെ തരത്തിൽ ചെയ്യുക, ആ തരത്തിലൊക്കെ ഉള്ള ചില പ്രവണതകൾ നമ്മുടെ ഇതിലുണ്ട്. ഇപ്പോൾ കൂടത്തായി എന്നൊക്കെ പറയുന്ന പോലീസിൻ്റെ ഫിക്ഷനാണ്. അത് മിക്കവാറും ഒരു സ്ത്രീയുടെ മേൽ കുറ്റം എല്ലാം കൂടെ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായി കൂടാന്നില്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു ഒന്നും ഇരിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു സൈക്കിക്കായിട്ടുള്ള കേസാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു ഒന്നും ഇരിക്കാം. എന്നാലും ഈ പറയുന്നതൊന്നും അത്ര വിശ്വാസ്യതയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന ഒരു പോയിൻ്റേ ഉള്ളൂ. നമ്മൾ അടുത്ത കാലത്തെ പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ വെട്ടിക്കൊലകൾ, പുരുഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വെട്ടിക്കൊലകളും അക്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. അത് കുടുംബതലത്തിലാണ്. സ്വന്തം ഭാര്യ വെട്ടിക്കൊല്ലുക, പിന്നെ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുക, പിന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, പുരുഷന്മാർ ബന്ധിരിയാണെങ്കിൽ അവർ വകവരുത്താൻ വേണ്ടിയുള്ള അങ്ങനെ ഒരു കേസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലിവിങ് ഇൻ എ പീരീഡ് ഓഫ് റിഗ്രഷൻ. അതുകൊണ്ടാണ് ഒരു ഡിപ്രഷൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു നോവലുണ്ട്, അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 18 ബലാത്സംഗം, ഒരു വളരെ ടോപ്പ് റൈറ്റർ എഴുതിയാണ്. 18 ബലാത്സംഗം, പിന്നെ 18 കൊലപാതകം, പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള കുറ്റാന്വേഷണ ഇത് എല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്ക് ആ സെക്സ് ക്രൈം ആൻഡ് വയലൻസ് എന്ന് പറയുന്നത്
സീരിയസ് നോവലിൻ്റെ തീമായിട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് പാശ്ചാത്യ ഈ സാഹിത്യ രംഗത്തുണ്ടായിരുന്ന പ്രവണതയാണ്. അതായത് ഡിറ്റക്റ്റീവ് നോവൽസിൻ്റെ വേറൊരു ഡയമെൻഷൻ. പണ്ട് കുറേ കാലം ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷെർലോക്ക് ഹോംസിൻ്റെ ഒക്കെ കാലത്ത് ഡിറ്റക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽസിൻ്റെ പുതിയൊരു വെർഷൻ വേറൊരു ഡയമെൻഷനിൽ, ഒരു ദാർശനിക ഡയമെൻഷനിൽ കൂടി വളരെ ഒരു മിസ്റ്ററി എലിമെൻറ്റോടെയൊക്കെ വെച്ചിട്ട്, അതായത് അമാനുഷരായിട്ടുള്ള, ഇവിടെ ഡിറ്റക്റ്റീവ്സായിട്ട് വരുന്നവർ അമാനുഷരായിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഫിക്ഷൻസൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ സ്വാധീനങ്ങളാണ്. ഇപ്പോൾ അമാനുഷരായ സ്ത്രീ ഡിറ്റക്റ്റീവുകളുണ്ടാകാം, അമാനുഷരായ പുരുഷൻ ഡിറ്റക്റ്റീവുകളുണ്ടാകാം, അമാനുഷരായിട്ടുള്ള സ്ത്രീ ഡിറ്റക്റ്റീവുകൾ ആയാലും പുരുഷൻ ഡിറ്റക്റ്റീവുകൾ ആയാലും അവസാനം കണ്ടെത്തുന്നത് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ സിസ്റ്റവുമായിട്ട് അവർ പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്. ഇത് ഫലത്തിൽ ഇത് ഭയങ്കരമായിട്ട് ആൻറ്റി ഫെമിനിസ്റ്റായിട്ട് വരും ഈ റൈറ്റിങ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ റൈറ്റിങ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നോവൽ എഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡ് ഡിറ്റക്റ്റീവ് ആണ് എന്നുള്ളൊരു തരത്തിൽ, വേറൊരു തരത്തിലാണ് എന്നുള്ള തരത്തിൽ വരുമ്പോഴത്തേക്ക് കുറ്റവും കുറ്റകൃത്യവും കൊലപാതകവും വയലൻസും ആ തരത്തിൽ ഈ സ്വർണ്ണ കച്ചവടവും ഇതുമൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു ഹീറോയിക്കായിട്ടുള്ള പരിസരവും അതിൽ ഇൻവോൾവ് ചെയ്യുന്നവരുടെ ആ ജീവിതത്തെ പവിത്രീകരിക്കുന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള അവരെ വീരത്വവൽക്കരണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവമൊക്കെ ഈ കാലഘട്ടത്തിൽ സാധാരണമായിട്ട് ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നമ്മുടെ ജീവിതം എന്താണ്, ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന, ജീവിതത്തിലുണ്ടാകുന്ന ഞരങ്ങലുണ്ട്. അതാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം നിന്നുകൊണ്ട് നമ്മൾ ഈ പാശ്ചാത്യ സാഹിത്യം വായിച്ചിട്ട് അതിൽ വരുന്ന ഏറ്റവും മോഡേണായിട്ട് വരുന്ന, ഇപ്പോൾ പറഞ്ഞില്ലേ, പീഡോഫീലിയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റായിട്ട് വരുന്നത്. മീ ടു ആണ് പ്രധാന സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മീ ടുവിൻ്റെ അന്ധകരണം വെച്ച് ഒരാൾ നോവൽ എഴുതുക എന്ന് പറയുന്നത്, പീഡോഫീലിയ അതിലൊരു സബ്ജക്റ്റായിട്ട് വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഒരു പുരുഷനുണ്ടാകുക, പുരുഷൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു കൗമാരപ്രായമെത്താത്ത പെൺകുട്ടികളെ ഗർഭവതികളാക്കുകയും അവരെ പലയിടത്തായിട്ട് അങ്ങനെ താമസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും, അവരെ സംരക്ഷിക്കുക എന്നുള്ളതും, അതിൻ്റെ റിപ്രിക്കഷൻസ് ഉണ്ടാകുക എന്നുള്ളതും, പിന്നെ അയാൾ വലിയ സ്വത്തുകാരനായിരിക്കുക എന്നുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചില ഫിക്ഷൻസൊക്കെ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ വാഴ്ചപ്പെട്ട കൃതികളായിട്ട് പിൽക്കാലത്ത് അറിയപ്പെടും, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ അരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ വരുന്ന, അത് പറയേണ്ടത് ഒരു ക്രിപ്റ്റോ ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. ഒരു ക്രിപ്റ്റോ ക്യാപിറ്റലിസ്റ്റ് മൈൻഡിൽ നിന്ന് വരുന്ന ഒരു റൈറ്റിങ്സാണ് ഇപ്പോൾ നമ്മുടെ സാഹിത്യത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത്. ഞാൻ ആ ഒരു പ്രത്യേക പുസ്തകത്തെ എന്നുള്ള രീതിയിൽ ഞാൻ പരാമർശിക്കുന്നില്ല, എങ്കിലും വളരെ നന്നായിട്ട് എഴുതാൻ ശേഷിയുള്ള ഈ തലമുറയിലെ എഴുത്തുകാർ ഇത്തരം ഡോഗ്മകളുടെ, ഈ പാശ്ചാത്യ രാജ്യത്ത് നിന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പീഡോഫീലിയ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നും അല്ല. ഇപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ വളരെ പ്രായമുള്ള ആൾക്കാർ, പുരുഷന്മാർ കൊച്ചു പെൺകുട്ടികളെ വിവാഹം കഴിക്കുമായിരുന്നു, അറബിക്കല്യാണം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു തരത്തിലുള്ള ഈ സോഷ്യലി സാങ്ഷൻഡ് പീഡോഫീലിയാണ് അതിൻ്റെ പിന്നിലുള്ള ട്രെൻഡെന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് ചിലരിൽ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മോണോഗമിയുടെ കാലത്തെത്തി വേറെ തരത്തിൽ സമപ്രായക്കാരായ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളൊരു വിവാഹം എന്നുള്ളൊരു ഭാഗത്തേക്ക് കടക്കണം. ആ പീഡോഫീലിയയുടെ റിമൈൻസ് ഓഫ് ദി പാസ്റ്റ് ഈസ് ദെയർ ഇൻ ദി സൊസൈറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇതിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്, NS മാധവ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഈ പീഡോഫീലിയാണ് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അത് അങ്ങനെ ആക്ച്വലി അതൊരു പെർവേർഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ്. ആൻഡ് യു കനോട്ട് ജനറലൈസ് ഇറ്റ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗങ്ങളിൽ, ശരീരഭാഗങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റേതായിട്ടുള്ള റിമൈൻസ് ഉണ്ടാകും, അവശിഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുകയില്ല. ആ അവശിഷ്ടങ്ങളുടേതായിട്ടുള്ള അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഈ സെക്സിനെയൊക്കെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക്
അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൺ സൈഡഡായിട്ട് ഇത് മുഴുവനും ഈ പുരുഷന്മാരെല്ലാം പീഡോഫൈൽസാണ്, കാണുന്ന പുരുഷന്മാരെല്ലാം പീഡോഫൈൽസാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരാൾ, അത് പിന്നെ പറഞ്ഞില്ലേ, ഒന്നോ രണ്ടോ ഒരു മാവോയിസ്റ്റ് കാമുകനോ അല്ലെങ്കിൽ ഒരു കാശ്മീരി മാവോയിസ്റ്റ് കാമുകനോ അല്ലെങ്കിൽ വേറൊരു പോലീസുകാരനെ ഒഴിച്ച് ബാക്കി കാണുന്ന പുരുഷന്മാരെല്ലാവരും പീഡോഫൈൽസാണ് എന്നുള്ള തരത്തിൽ പുരുഷലോകം എന്ന് പറയുന്നത് പീഡോഫൈൽസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബി കല്യാണത്തിൻ്റെയും ഈ പറഞ്ഞ വൃദ്ധനായ നമ്പൂതിരി 16 വയസ്സുകാരിയായ അല്ലെങ്കിൽ 14 വയസ്സുകാരിയായ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റവും നിലവിലിരുന്ന ഒരു രാജ്യത്ത് പഴയ കാലത്തിൻ്റെ, അതായത് മാധവക്കുട്ടിയുടെ രുക്മിണിക്കൊരു പാവക്കുട്ടി എന്ന് പറയുന്ന കഥയിൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു സിറ്റുവേഷനെ അവർ വളരെ ഇതായിട്ട് ഡ്രമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു വച്ചിട്ട് കാണുന്നിടത്തെല്ലാം സർവത്ര പീഡോഫീലിയാണെന്നും അത് കാണുന്ന പുരുഷന്മാരെല്ലാം പീഡോഫൈൽസ് ആണെന്നും പിന്നെ ഈ പുരുഷന്മാർക്കെല്ലാം ഈ പറഞ്ഞില്ലേ ഞാനെന്താ പറയുക, അമാനുഷരായിട്ടുള്ള ഈ സ്ത്രീ ഡിറ്റക്റ്റീവ്സിനോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനം ഉണ്ടാകുന്നു ഒക്കെ ഉള്ള തരത്തിലൊക്കെ കുറേ നോവലുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന വരുന്ന ഈ സോഷ്യൽ ക്രൈംസുമായിട്ട് ഇപ്പോൾ കൂടത്തായ മുതൽ ഇങ്ങോട്ടുള്ള ഇതൊക്കെ നമ്മളെടുത്ത് വായിക്കുമ്പോഴത്തേക്ക് ഇതിലൊന്നും നമ്മളൊരു ഹീറോയിക് ടച്ച് കാണുകയല്ല വേണ്ടത്. മനുഷ്യൻ എന്തുമാത്രം പാപമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പുരുഷന്മാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പഴയ പോലെ പൗരുഷത്തിൻ്റെ പ്രതാപം കൊണ്ടു നടക്കുന്നവരല്ല എങ്കിൽ പോലും സ്ത്രീ കഴിഞ്ഞ കാലങ്ങളിലേക്കാളും ഏറ്റവും ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്ന കാലമാണിത്. നിങ്ങളുടെ ഈ വ്യർത്ഥമായിട്ടുള്ള ഈ സ്ത്രീയുടെ അമാനുഷ വീരാത്മകതയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റതിനേക്കാളും വിദഗ്ധമായിട്ട്, അതായത് ഇപ്പോൾ ഒരു കൂടുതൽ കമ്മോഡിഫൈഡ് ആൻഡ് കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ യു ബിക്കം മോർ ആൻഡ് മോർ മെക്കാനിക്കൽ. നിങ്ങളുടെ ഈ സെക്ഷുവാലിറ്റി പോലും ഈ തരത്തിൽ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ എഴുതുന്നതാണ് നല്ലത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള എഴുത്തുകാർ ഈ തരത്തിൽ ഈ ഡോഗ്മയുടെ ഭാരവണ്ടി കയറി ചതഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ കൂടിയൊന്നുണ്ട്. അതും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ജനറലായിട്ട് വരുന്ന, അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമായതുകൊണ്ട് ഇത് പറഞ്ഞു പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടക്കുമ്പോഴത്തേക്ക് കുറേ അധികം പെൺകുട്ടികൾ വന്നിട്ട് എനിക്ക് 10 വയസ്സിൽ തുടങ്ങിയ ട്രോമയാണ്, അത് ഇതുവരെ ഞാനും 45 വയസ്സ് വരെ ഞാനതിങ്ങനെ മനസ്സിൽ കൊണ്ട് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രഖ്യാതനായ ഒരാളുടെ പേര് ഞാൻ മീട്ടു എന്നും പറഞ്ഞൊരു ആരോപണം കൊടുക്കുന്നു. എന്ത് അസംബന്ധമാണ്! ഏതെങ്കിലും ഒരു സ്ത്രീ പ്രഖ്യാതനല്ലാത്ത ഒരു പുരുഷനെ പറ്റി ഒരാരോപണം ഉന്നയിച്ച് മീട്ടു എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ്? പുരുഷൻ്റെ ഖ്യാതി, സോഷ്യൽ സ്റ്റാറ്റസ്. അതുകൊണ്ട് അയാളോടൊപ്പം അല്ലെങ്കിൽ അയാൾ എൻ്റെ മേൽ അതിക്രമം കാണിച്ചു എന്ന് പറയുന്നതിൽ കിട്ടുന്ന ശരിയായ സുഖം. പണ്ട് മാധവിക്കുട്ടി തന്നെ ഈ പറഞ്ഞില്ലേ അസംബന്ധങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു ബലാത്സംഗത്തെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക്. അത് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിൽ പണ്ട് മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇവരിത് എൻജോയ് ചെയ്യണം. മീട്ടു എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എൻ എൻജോയ്മെൻറ്റ് ഓഫ് സെർട്ടൻ ഫീമെയിൽസ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഖ്യാതിയിലെത്തുന്ന മുടിയൊക്കെ വരച്ച അപ്പൂപ്പന്മാരൊക്കെ ആയിരിക്കുന്ന അല്ലെങ്കിൽ 50 60 മധ്യവയസ്കരൊക്കെ ആയിരിക്കുന്ന പുരുഷന്മാർ ചെറുപ്പകാലത്ത് എന്നെ കയ്യേറ്റം ചെയ്തിരുന്നു എന്ന് ഞാനിപ്പോൾ പറയാം. അല്ലെങ്കിൽ ഈ പ്രഖ്യാതനല്ലാത്ത ഒരാളിനെ പറ്റി എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് കേട്ടാൽ ഈ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയെ അല്ല ആൺകുട്ടി വളർന്ന്, നിങ്ങളിപ്പോൾ പീഡോഫീലിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ പെൺകുട്ടികളുടെ നേർക്ക് മാത്രമല്ല, ആൺകുട്ടികളുടെ നേർക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്, പുരുഷന്മാരുടെ ഭാഗത്ത് 2 ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ആൺകുട്ടികളുടെ ജീവിതത്തിലാകുമ്പോൾ അത് ഓരോ പുരുഷൻ്റെയും ജീവിതം എടുത്ത് അപഗ്രഥിച്ച് നോക്കിയാൽ ഓരോ പുരുഷനും അറിയാം.
പിന്നെ പുരുഷന് ഈ സ്ത്രീയെ പോലെയുള്ള ചില പരാധീനതകളില്ല. അത് ഈ സാമൂഹികമായിട്ടുള്ള പരാധീനതകൾ, മറ്റ് ശാരീരികമായിട്ട് ചില പരാധീനതകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് ലൈംഗികമായിട്ട് ഓരോരുത്തർ നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളത് പുരുഷന്മാരാരും പുറത്തു പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. അത് വളരെ ഈ സമൂഹത്തിൻ്റെ ഉന്നതലങ്ങളിലിരിക്കുന്ന സ്ത്രീകളായിരിക്കും ഒരു പക്ഷേ ഒരാളെ ഇപ്പോൾ ഒരു ഒന്നുമല്ലാത്ത ഒരു ഒരു പറഞ്ഞില്ലേ വളരെ ലോ ലിവിങ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പുരുഷനെ എന്തെങ്കിലും ഈ തരത്തിൽ അവരുടെ ഈ ക്യൂരിയോസിറ്റി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുക, അതിപ്പോൾ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെല്ലുമോ? ഇല്ലല്ലോ, അങ്ങനെയും ചെല്ലില്ല. സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ നടക്കുന്നു, അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന് ഇത്തരം ചില നീക്കങ്ങൾ ആ അക്രമങ്ങളെ യഥാർത്ഥമായി കാണുന്നതിനും ആ അക്രമങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അതിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ എഴുത്തുകാർ ഈ പറഞ്ഞ ആ ഒരു രചനയുടെ കാര്യത്തിൽ തന്നെ പണമാണ് കാരണം എന്നുള്ള ഒരിതിലെത്തുന്നുണ്ട്. പക്ഷേ അവസാനം അത് പണത്തിൽ തന്നെ, പണത്തിന് ഗ്ലോറിഫൈ ചെയ്തിട്ട് അതിൽ തന്നെ അന്ത്യവിശ്രമം കൊണ്ട് ആനന്ദിക്കുന്ന ആണ് ഞാൻ പറഞ്ഞൊരു കൃതി. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് വളരെ പ്രതീക്ഷ തരുന്ന എഴുത്തുകാർ എങ്ങനെയാണ് ഈ പറഞ്ഞില്ലേ ഡോഗ്മയുടെ ഭാരവണ്ടി കയറി ചതഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ ഈ പറഞ്ഞ ഈ കൃതി എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ അത് പറയാത്ത കാര്യം കഴിഞ്ഞാൽ പുതിയ എഴുത്തുകാരെ അങ്ങനെ കൂടുതലായിട്ട് വേദനിപ്പിക്കേണ്ട എന്നുള്ളത് മാത്രം പറയുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ സമകാലീനരാണ് ഇങ്ങനെ എഴുതുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഭാഷയിലായിരിക്കില്ല, അത് വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ തരത്തിൽ വളരെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു വന്നിരിക്കുന്നത് ഭർതൃമതിയായ ഒരു സ്ത്രീ വേറെ ആളുമായിട്ട് പണമിടപാടുകളുണ്ടായിരുന്നു, പണമിടപാടുകളിലൂടെ വേറെ ബന്ധങ്ങളിലായി അവസാനം അവ സ്ലിപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഒരു കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണഗതി കേൾക്കുന്ന കഥകളല്ല. ഒരു ഒരു രണ്ട് ജാതിയിലോ മതത്തിലോ പെട്ട രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലായെന്നും പറഞ്ഞിട്ട് ഒരു പയ്യനെ കൊല്ലാക്കൊല ചെയ്ത ഒരു കഥ നമ്മൾ അടുത്ത കാലത്ത് വായിച്ചു. അതൊക്കെ പണ്ട് ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കഥകളാണ്. അതൊക്കെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ കാലം മോശമായിട്ട് വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ന്യൂ ക്യാപിറ്റലിസത്തിൻ്റെ സമ്മർദ്ദം വരുമ്പോഴത്തേക്ക് വാല്യൂസ് എത്രത്തോളം തകർക്കപ്പെടുന്നു, ഞെരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്നതിന് പകരം അതിനെ ആരുടെയെങ്കിലും ഒരു ഹീറോയിക്കായിട്ടുള്ള ഒരു അഡ്വഞ്ചറായിട്ട് കാണുമ്പോഴാണ് ഈ തകരാറ് സംഭവിക്കുന്നത്. അതായത് ഈ പ്രശസ്തിയും ഈ വലുപ്പവുമുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളുമായിട്ട് സ്വന്തം ലൈംഗിക ജീവിതത്തെ ബന്ധപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കഥകൾ മെനഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് ചെയ്യുന്നത്. പുരുഷന്മാർ ധാരാളമായിട്ട് അത് ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ്. പണ്ട് മുതലേ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ എന്ന് പറയുന്ന ഈ പറഞ്ഞൊരു വീരപുരുഷൻ്റെ അവദാനങ്ങളിൽ നിന്നാണ് പണ്ട് മുതലേ സാഹിത്യം ഉണ്ടായി തുടങ്ങിയത്. കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളൊരു കാലത്ത് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബഷീറിൻ്റെയൊക്കെ ഈ തെരുവിൻ്റെ ജീവിതവും സാധാരണക്കാരൻ്റെ ജീവിതവും അതൊക്കെ കേശവദേവ് തകഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോമൺ മാൻസ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് യു കോൾ കോമൺ മാൻ എന്നുള്ളതാണ്. ഒന്നുകിലിവിടെ കൊട്ടേഷൻ ഗുണ്ടകൾ, അല്ലെങ്കിൽ അടിമകൾ, രാഷ്ട്രീയ അടിമകൾ, അല്ലെങ്കിൽ തട്ടിപ്പുകാർ, ഫ്രോഡ്സ്, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ വി ഡോണ്ട് ഹാവ് കോമണാലിറ്റി. നമുക്കിപ്പോൾ കോമൺ മാൻ എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വർത്തമാന പത്രങ്ങളിലെ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വാർത്തകൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥയിലൂടെ, അതായത് ഇന്നും നമ്മൾ പത്രത്തിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് പിണറായി എന്ത് ചെയ്തു, സുധാകരൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കുഴിച്ചു നോക്കേണ്ട കാര്യം അല്ല, ഇപ്പോഴേ അതിൻ്റെ ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി ലോക്ക്ഡൗണാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നിങ്ങൾ ലോക്ക്ഡൗൺ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതിനെക്കുറിച്ച് പത്രത്തിൽ കൂടി ഒരു ചർച്ച കൊണ്ടുവരൂ.
ഈ പറയുന്ന ഈ സാമൂഹ്യമായിട്ട് അനാശാസ്യമെന്ന് എഴുതുന്ന പല സംഗതികളും ഇല്ലാതായിത്തീരും. മനുഷ്യനും തമ്മിൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, അപകടകരമാണത്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് 6 അടി അകലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജ്യത്തെത്തുമെന്നാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂട്ടങ്ങളുണ്ടായാൽ മതി. അതിൽ എനിക്ക് വയ്ക്കാവുന്നൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ച് ഈ ജീവിതത്തിൽ ദുരന്തങ്ങളല്ലാതെ പോസിറ്റീവായിട്ടൊന്നും അത് ചെയ്യുന്നില്ല. ജനങ്ങളെ വേറൊരു തരത്തിൽ അടിമവൽക്കരിക്കുന്നതിൻ്റെ സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ എങ്ങനെ ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഈ ആരാധനാലയങ്ങൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആരാധനാലയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തിയാണ്. അതായത് ഭയവും ഭക്തിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതായത് ഈ ശക്തിയുള്ളവനെയാണ് നമ്മൾ ഭയക്കുന്നത്, ശക്തിയുള്ളവനോടാണ് നമുക്ക് ഭക്തിയും ഉണ്ടാകുന്നത്. എന്നെക്കാൾ ബലവാനായിട്ടുള്ള ദൈവത്തോടാണ് എനിക്ക് ഭക്തി ഉണ്ടാകുന്നത്. ദൈവത്തിന് ബലമില്ല, ദൈവത്തിന് കാശില്ല. അതായത് ഇപ്പോൾ ഗുരുവായൂരപ്പന് ഒരുപാട് ഭക്തന്മാരുണ്ടാകുന്നതാണ്. അവിടെ ഒരുപാട് പൈസയുണ്ട്. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ളൊരു ശ്രീകൃഷ്ണന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ആൽത്തറയും ഇത് മാത്രമേ കാണൂ. അവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ല. പിന്നെ വല്ല ഉത്സവമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആൾ കൂടുവന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പണത്തിൻ്റെ ശക്തിയുണ്ട്, അവിടെ ഭക്തിയും കൂടും. അപ്പോൾ ഭയവും ഭക്തിയും എന്ന് പറയുന്നത് ഇൻ്റർറിലേറ്റഡ് ആയിട്ട് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇപ്പം നമ്മൾ കോവിഡ് ഭയത്തെ എങ്ങനെ നേരിടാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആരാധനാലയങ്ങൾ തുറന്നു വയ്ക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഭക്തി അവിടെ വരുമ്പോഴത്തേക്ക് ഈ ഭയം എന്നുള്ളത് വേറെ തരത്തിൽ ട്രാൻസെൻഡ് ചെയ്യപ്പെട്ടു പോകും. അങ്ങനെ കൂട്ടങ്ങളുണ്ടായി വരുമ്പോൾ ആ കൂട്ടങ്ങളിലൂടെ ആദ്യം നമുക്ക് ആരാധനാലയങ്ങൾ തുറക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൊതുസ്ഥാപനങ്ങൾ തുറക്കാം. അവിടെ ആളുകൾ വേണ്ടത്ര രീതിയിൽ, ഒരു ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടത്ര രീതിയിലുള്ള ആളുകൾ വരണമെന്നുള്ളത് കർശനമാക്കാം. നമ്മുടെ പൊതുഗതാഗതത്തിൽ തൊട്ടിരുന്നാൽ കുഴപ്പമില്ലെന്നുള്ളതാക്കി തീർക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രയോജനം ഉണ്ടാകും. ആ തരത്തിൽ നമ്മളിപ്പോൾ എങ്ങനെ, ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെയും ബെവ്കോ അവർ മറ്റും ബാറുകാർ അടച്ചിടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീണ്ട ക്യൂ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ അങ്ങ് ആർക്കും ഒരു കോവിഡും വരുന്നില്ല. അപ്പോൾ അവിടെ മൂടി കെട്ടിക്കൊണ്ട് ഉള്ളത് കൊണ്ട് കോവിഡ് വരുന്നില്ല എന്ന് പറയുന്നതൊന്നും ഒരു ന്യായമുള്ള കാര്യമല്ല. അവിടെ അങ്ങ് സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നും പറ്റില്ല. സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മദ്യപിക്കുന്നത്. മദ്യപിക്കുക വെച്ചാൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. എന്നാലും സാധാരണഗതിയിൽ ആളുകളൊരു സൗഹൃദത്തിൻ്റെ പേരിലും മറ്റൊക്കെയാണ്. പുരുഷന്മാരുടെ പറഞ്ഞില്ലേ ഷോവിനിസത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ആളുകൾ ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ വരുമ്പോൾ 6 മീറ്റർ അകലെയാണ് നിൽക്കുകയെന്നും പറഞ്ഞ് സ്കെയിലും കൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആരാധനാലയങ്ങളും ഈ മദ്യവിൽപ്പനശാലകളും തുറന്നു വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് യു ക്യാൻ ഡിസ്പെൽ ഫിയർ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡ് ഭയത്തിൻ്റേതാണ്. കോവിഡ് വരുമെന്നുള്ള പേടിയുടേതാണ്. കോവിഡ് വന്നുകൂടാ എന്നില്ല, ഇനി ഒരു 3ാം റൗണ്ട് വന്നുകൂടാ എന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതക്രമമെങ്കിൽ ഇനിയും കോവിഡ് ആവർത്തിക്കപ്പെട്ടേക്കാം. അതല്ല ഇവർ പറയുന്നില്ല ഇതൊരു ചാക്രികമായ ഒരു രോഗസംക്രമണമാണെന്നുണ്ടെങ്കിൽ, എന്നാലും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അന്നേരത്ത് നമ്മൾ മുഖം മൂടി അഴിച്ചു മാറ്റിയിട്ട് തന്നെ നേരിടാൻ നമുക്ക് കഴിയണം. ആ തരത്തിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഉപജീവിക്കാവുന്നത് ആരാധനാലയങ്ങളാണ്. ആരാധനാലയങ്ങൾ കൊണ്ട് അങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ. ഇപ്പോൾ ശബരിമലയിൽ പ്രശ്നം വന്നപ്പോഴത്തേക്ക് സ്ത്രീകൾ അവിടെ കയറണമെന്ന് പറഞ്ഞ് ശബരിമലയിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണപിള്ളയും മറ്റേ AKG ഒക്കെ പോയി അവിടെ ഗുരുവായൂരൊക്കെ പോയിരുന്നുണ്ട്. അവിടെ മണിയടിക്കുക, അവിടെ ആൾ കയറണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. കാര്യം അവിടെ വലിയ അസമത്വത്തിൻ്റേതായ ഒരു അസന്തുലിതത്വത്തിൻ്റേതായ ഒരു സാമൂഹ്യ അസമത്വത്തിൻ്റേതായ നിയമനിഷേധത്തിൻ്റേതായ ഒരു സ്ഥലമായിട്ട് ഗുരുവായൂർ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരവിടെ ചെല്ലുന്നത്. അതുപോലെ സ്ത്രീകൾ മല കയറണമെന്ന് പറയുന്നത് സ്ത്രീകളെല്ലാവരും ഭക്തരായി തീരണമെന്നല്ല,
ഭക്തന്മാർ അത്രയും കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും ശുദ്ധവായു ഉണ്ടാകുമെന്നാണ് ഈ ഈശ്വര വിശ്വാസികളുടെ അല്ലാതെ ചില രാജ്യങ്ങളുണ്ട്, ചില കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. അവിടെ അത്രയ്ക്ക് ശുദ്ധവായു ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷേ വിശ്വാസം ചില ഘട്ടങ്ങളിൽ നമുക്കിങ്ങനെ പ്രയോജനപ്പെടുത്താം. ഭയത്തിനെതിരെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ആരാധനാലയങ്ങൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ ധീരത കാണിക്കുന്ന ഒരുപക്ഷെ മുഖംമൂടിയില്ലാതെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന നടത്താമെന്നും, മുഖവും മൂടി കെട്ടിട്ട് യേശുവിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ട്? നമ്മുടെ മുഖം കാണിക്കാതെ നമ്മൾ പറയാറുണ്ട്, രാജാവിന് മുഖം കാണിക്കുക എന്ന് പറയുന്നുണ്ട്. മുഖം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ നമ്മുടെ മുഖം കാണിക്കുക എന്നുള്ളതാണ്. മുഖം കാണിക്കാതെ നമ്മളവിടെ പോയി നിന്ന് മുഖം മൂടി കെട്ടിയതുകൊണ്ട് മുട്ടുകുത്തി ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മുട്ടുകുത്താതെ സാഷ്ടാംഗം കിടന്നെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു പ്രച്ഛന്നം ഇട്ടിട്ട് അവിടെ പോയിട്ട് എന്താ കാര്യം? അതിൽ കാര്യമില്ല. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ആരാധനാലയങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമെന്ന് അറിയുകയാണെങ്കിൽ അല്ല തുറക്കണ്ടെന്ന് ഈ വൈദികരെല്ലാവരും കൂടെ പറയും. നല്ല കാര്യമൊന്നും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് വൈദിക സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ഇന്നുണ്ടാകും. നിങ്ങൾ ആളുകളെ പ്രവേശിപ്പിക്കൂ. അത് ആദ്യം മോഡറേറ്ററായിട്ട് പ്രവേശിപ്പിക്കൂ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ഇടവകയിൽ എത്രമാത്രം അൽമായന്മാരുണ്ട്, അവർക്കെല്ലാം പ്രവേശനം കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിതൊക്കെ അങ്ങ് മറന്നിട്ട് സർവ്വസമയം കോവിഡിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും കുറേ കൂടെ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത് അതിനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു സോഷ്യോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നമ്മൾ പരിഗണിക്കുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ആരാധനാലയങ്ങളിലാണ്. അപകടരഹിതമായ കൂട്ടം കൂടലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ മാളുകളിലൊക്കെ തുറന്നു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരുണ്ടാകും. അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ഭേദപ്പെട്ട രീതിയിൽ ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടിയുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ ഇതുമായിട്ട് ചെല്ലുന്ന ആവശ്യങ്ങളുമായിട്ട് അവിടെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ വാമൂടി കെട്ടിക്കൊണ്ട് ചെല്ലുന്നു എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൂടെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെല്ലാൻ കഴിയുന്ന മേഖലകൾ ഉണ്ടാകുമെങ്കിൽ അവ ഓരോന്നോരോന്നായിട്ട് തുറന്നു വരുമ്പോൾ അതിൽ പ്രഥമ പരിഗണന ആരാധനാലയങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും വിശ്വാസികളാവണമെന്നുള്ളതല്ല. എന്നുവെച്ചാൽ കോവിഡിനെതിരെ ഒരു നിലനിൽപ്പ് വേണ്ടി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മനോരമയിലെ മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ പേജുകൾ നോക്കുമ്പോൾ ഇപ്പോൾ അവർ സ്ട്രെസ് ചെയ്യുന്ന മുഴുവനും പറഞ്ഞില്ലേ, ഇപ്പോൾ ബൈപോളർ ഡിസോർഡർ വരും ഇന്ന് ഒരാൾ എഴുതിയിരിക്കുന്നത്, സ്കിസോഫ്രേനിയയുടെ കാര്യം, ബൈപോളർ ഡിസോർഡറിൻ്റെ കാര്യം, പിന്നെ മറ്റേ ഈ കമ്പൽസറി ഒപ്രസീവ് ഡിപ്രഷൻ എന്ന് പറയുന്ന അതിൻ്റെ കാര്യം, എപ്പോഴും കൈ കഴുകണമെന്ന് തോന്നുന്ന ആൾക്കാർ ഈ സാനിറ്റൈസേഷൻ വന്നതിന് ശേഷമാണ് അതൊന്ന് കുറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിലൊരു പോസിറ്റീവായിട്ടുള്ളതുണ്ട്. അതായത് ചിലർക്ക് ഒരു മനോരോഗം പോലെയുണ്ട്, എപ്പോഴും കൈ കഴുകണം, ശരീരത്തിന് ശുദ്ധി പോരാ എന്നൊക്കെ പറയുന്ന ഒരു ഒബ്സഷനുണ്ട്. അതൊരു മനോരോഗമാണെന്നാണ് പറയുന്നത്. ആ മനോരോഗം ചെറിയൊരു മനോരോഗമാണ്. പക്ഷേ ഇപ്പോൾ ഇത് സാനിറ്റൈസർ വന്ന് എല്ലാവരും ഇത് കൈ കഴുകി തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ അതങ്ങ് പോയി. അവരിപ്പോൾ പച്ചവെള്ളം പോലും തൊടുവില്ല, ആ രോഗികൾ ആ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് പൊതു വ്യവസ്ഥയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു വിശുദ്ധ ശരീരമാണ് ഞാനെന്നുള്ളൊരു ബോധത്തിലാണ് ഈ ഒരു ഒബ്സഷൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് ഈ സാനിറ്റൈസർ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി അതില്ലാതായി. അപ്പോൾ അതുപോലെ ഈ പലതരം ഈ മാനസിക രോഗങ്ങളെ പറ്റിയൊക്കെ ഇന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നതുണ്ട്. ഇതൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇപ്പോൾ ഇത് ഒരു കോവിഡിൻ്റെ ആയിട്ടുള്ള പശ്ചാത്തലം ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും നമുക്കിപ്പോൾ കോവിഡിനേക്കാളും നമ്മുടെ ശത്രു കോവിഡ് ഫിയറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഭയം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത്. അതിന് നിങ്ങൾ ഈ മനഃശാസ്ത്രകാരന്മാരെ വിളിച്ചിട്ട് ഈ ടെലിമെഡിസിനിലൂടെ ഡോക്ടറെ എനിക്ക് വല്ലാത്ത വേവലാതി ഉണ്ടാകുന്നു, വേവലാതി ഇല്ലാതാകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങി നോക്കൂ, വേവലാതി പോവും.
എന്ന് ടെലിമെഡിസിനിലിരിക്കുന്ന ഡോക്ടർ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിമെഡിസിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഒരു പറഞ്ഞില്ലേ ഒരു ഫേസ് ടു ഫേസ് എക്സാമിനേഷൻ ഓഫ് ദി പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലാസ് റൂമിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്, പണ്ട് ബുദ്ധൻ്റെ കഥയുണ്ടല്ലോ, ബുദ്ധൻ പറയുന്നുണ്ട്, ബുദ്ധനോട് ചോദിക്കും നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അതായത് എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായൊരു ചോദ്യം ചോദിക്കാൻ കഴിവില്ലാത്തവരായി തീരുന്നത്, എല്ലാ ശിഷ്യന്മാരും അങ്ങനെ കഴിവില്ലാത്തവരുടെ കൂട്ടമായി തീരുമ്പോഴാണ് അധ്യാപകൻ മരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ശരിയായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണം, അവരെ പ്രാപ്തരാക്കി തീർക്കണം. അതുകൊണ്ട് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ICMRൻ്റെ ഗൈഡ് ലൈൻ വരുന്നു, WHO ഗൈഡ് ലൈൻ വരുന്നു. എങ്ങനെ അത് ശരിയാവും സാറേ എന്ന് ചോദിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാകണമെങ്കിൽ അധ്യാപകനുണ്ടായേ പറ്റൂ. കാരണം നിങ്ങളുടെ യന്ത്രത്തിൽ കൂടി സപ്ലൈ ചെയ്യുന്നത് അതേപടി പകർത്തിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതെങ്ങനെ ശരിയാവും സാറേ എന്ന് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തരുന്ന പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് എ ഗിവൻ പാറ്റേൺ ആൻഡ് ഇറ്റ്സ് എ ഡിസൈൻ റൂട്ട് ആൻഡ് യു ആർ വിത്തിൻ ഇറ്റ്. നിങ്ങൾ ആ കള്ളിക്കുള്ളിൽ കടന്നു കഴിഞ്ഞു, പിന്നെ കള്ളിക്കൊത്ത് നിങ്ങൾ നീങ്ങുക. പിന്നെ അവിടെ നിന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവായിട്ട് പലതും കണ്ടെത്താൻ പറ്റുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്, നോളജ് എക്കോണമിയുടെ ആൾക്കാർ. അത് വേറെ കാര്യം. പക്ഷേ ഒരു ജനറൽ സിസ്റ്റം വരുമ്പോൾ, ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ജനറൽ സിസ്റ്റം വരുമ്പോൾ ICMR പറയുന്നത് എങ്ങനെ ശരിയാകും സാറേ, അല്ലെങ്കിൽ ഇന്നലെ ഹൈക്കോടതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ശരിയാകും സാറേ എന്ന് ചോദിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുണ്ടായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അധ്യാപകൻ്റെ മരണമാണ്. അധ്യാപകൻ്റെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ മരണമാണ്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനോരമയും മാതൃഭൂമിയും തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പാനിക്കിനെ പറ്റിയുള്ള ഈ സംഭവം, പാനിക്കിൻ്റെ സംഭവങ്ങളാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ രോഗത്തെ പറ്റിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പാനിക്കിന് പറഞ്ഞില്ലേ, നമുക്കൊരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഈ ടെലിപ്പതി ഉണ്ടോ. ടെലിമെഡിസിൻ എന്ന് പറയുന്നതിനേക്കാൾ ടെലിപ്പതി എന്ന് പറയുന്നതാണ് നല്ലത്. ടെലിഫോണിൽ കൂടെ എല്ലാം അങ്ങ് തീർത്ത് കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ അസുഖം വന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറെ എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അല്ലെങ്കിലും ടെലിഫോണിൽ കൂടെ പറയും നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറയും. അത് സ്വാഭാവികമാണ്. നല്ല സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ദി പേഷ്യൻ്റ് മേ ബി എക്സാമിൻ തറലി, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് എ കേസ് ഓഫ് യുവർ സൈക്കി. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാകുമ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റ് തറലി എക്സാമിൻ ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ഒരു രീതിയാണ്. അത് നമ്മൾ ഈ മരുന്ന് കൊടുത്ത് ഇല്ലാതാക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഈ സൈക്കോളജിക്കൽ ലെവലിൽ മാത്രമല്ല, അങ്ങനെയുള്ള പേഷ്യൻസ് മാത്രമല്ല, അല്ലാതെയുള്ള പേഷ്യൻസിനായാലും തറോ ചെക്കപ്പ് അറ്റ് ദി സൈക്കോളജിക്കൽ ലെവൽ ആസ് വെൽ ആസ് അറ്റ് ദി ഫിസിയോബയോളജിക്കൽ ലെവൽ, രണ്ട് തരത്തിലുമുള്ള ഒരു ചെക്കപ്പ് വേണ്ടി വരും. നമ്മളിപ്പോൾ ഈ ചെക്കപ്പ് എന്ന് പറയുന്നത് മാസാമാസങ്ങളിൽ ഇന്ന ദിവസം ഫിക്സ് ചെയ്യും, ഒന്നുകൂടെ പോയി ലാബിൽ പോയി കുറേ ടെസ്റ്റ് എടുക്കും, കൊണ്ട് കാണിക്കും, ഡോക്ടർ നോക്കും, ആ ശരി എന്ന് പറയുന്നത് അതല്ല ചെക്കപ്പ് എന്ന് പറയുന്നത്. ലാബ് ചെക്കപ്പ് അല്ല, ഈ ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ ചെക്കപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അത് തിരിച്ചു കൊണ്ടുവരാൻ ആ തരത്തിൽ ഐഡിയലായിട്ട് നമുക്ക് പോകാൻ കഴിയണം. അതിന് കൂടുതൽ ഡോക്ടർമാർ വേണം, കൂടുതൽ സമയം വേണം. ആ തരത്തിൽ അതിനുള്ള സെൻറ്റേഴ്സ് ഉണ്ടായിക്കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ വൈദ്യശാസ്ത്ര വിഭാഗത്തെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് അലോപ്പതി, ആയുർവേദം, ഇതിലെല്ലാം അതിനകത്ത്, ഈ ഹോമിയോപ്പതിയിലെല്ലാം അതിനകത്ത് സാധ്യതകളുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ ഓഫ് ദി പേഷ്യൻറ്റ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. അതാണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു കാര്യമല്ല. വെൻ ദർ ഈസ് ആൻ എക്സാമിനേഷൻ യു ഹാവ് എ റിസൾട്ട്. ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു എക്സാമിനേഷനാണ് അത്. ഈ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകളുമല്ല, ഇപ്പോൾ കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ ടെസ്റ്റുകളുമല്ല. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പൊതുവേ പറഞ്ഞു വന്നാൽ നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ്റെ അവസ്ഥയും കുറേ ട്രെൻഡ്സും ഒക്കെ പറഞ്ഞു.
ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു പറഞ്ഞില്ലേ മോണിറ്ററി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ ഇതിൽ ഭയങ്കര ഡോഗ്മാറ്റിക്കായിട്ട് ഈ മോണിറ്ററി ഇമ്പാക്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നോവലിൽ അത് ഭയങ്കരമായിട്ട് ഡോഗ്മാറ്റിക്കായി പോകുന്നു. പക്ഷേ അതിൻ്റെ അവസാനത്ത് ഈ പറയുന്ന ഈ രചയിതാവ് തന്നെ ഏതാണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഫാൻസീസിൻ്റെ ഒരു വിക്റ്റിമാണ് എന്നുള്ള തരത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ വീരസ്യം മുഴുവനും ചോർന്നു പോവുകയും ഈ പഴയൊരവസ്ഥയിൽ എങ്ങനെയാണ് ഈ പറയുന്ന പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ യുഗത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ റീഷേപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി മുതലാളി തന്നിരുന്ന ഒരു ഉപദേശ പുസ്തകം പോലെ പുസ്തകമായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് അതൊക്കെ പറയണം, എഴുതണം, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ വരുന്ന നല്ല കാര്യമാണ്. പക്ഷേ അതിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളോടാണ്, ജീവിതത്തോടാണ്, സഹജീവികളോടാണ്. ഇപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഇവരാരും സഹജീവികളല്ല, ഇവരെല്ലാം വിക്ടിംസാണ്, ഇവരെല്ലാം അവശന്മാരും ആർത്തന്മാരുമാണ്. കുറേ പേര് അതിൽ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല വേണ്ടത്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വി ആർ ടു ലിവ് എന്നുള്ള ഒരിത് വരണം. ആൻഡ് ഹൗ എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാനും നമ്മുടെ ഈ കാണുന്ന ആസന്ന പരിസരത്തെ സത്യസന്ധമായി ചിത്രീകരിക്കാനും ഇവിടെയാണ് ഒരു റിയലിസത്തിൻ്റെ ആവശ്യം വരുന്നത്. നമ്മളൊരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ അതിസാഹസികതയിലേക്കൊക്കെ പോവുകയും ആ തരത്തിൽ ഒരുപാട് പറഞ്ഞില്ല, ഇപ്പോൾ ഈ മിമിക്രിയിൽ ഇപ്പോൾ കൗണ്ടറുകളുടെ യുഗമാണെന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് കുറേ കൗണ്ടറുകൾ, നോവലുകളിനകത്ത് കുറേ കൗണ്ടറുകൾ, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ കൗണ്ടറുകൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ, വി ആർ ഡിസ്റ്റൻസിങ് അവർ സെൽസ് ഫ്രം വാട്ട് ഈസ് റിയൽ. അതാണ് പണ്ട് TS എഴുതുന്ന ദി അൺറിയൽ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാകും നമുക്ക്. അൺറിയൽ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത്രയ്ക്ക് അൺറിയൽ ആയിക്കൊണ്ടിരിക്കുന്നോ എന്നുള്ള സന്ദേഹങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പോൾ ഇന്നത്തെ ഈ പത്രത്തിൽ നിന്ന് ഇപ്പോൾ ആദ്യം കുട്ടികൾക്ക് വരാനിരിക്കുന്ന രോഗങ്ങളെപ്പറ്റി, പിന്നെ കോവിഡിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ പറ്റി, ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞ്, പിന്നെ നമ്മളിപ്പോൾ നടക്കുന്ന പറഞ്ഞില്ലേ വാർത്തകൾ വായിക്കുമ്പോൾ തീരെ ഞാൻ സാധാരണ അങ്ങനെയുള്ള ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടതല്ല. ഇന്നിപ്പോൾ ഒരു കൊട്ടേഷൻ്റെ കഥ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു യുവതി, ഭർത്തൃമതിയായ ഒരു യുവതി ഒരു യുവാവുമായിട്ട് ബന്ധങ്ങളുണ്ടാക്കുകയും അവൻ സ്ലിപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സിസ്റ്റം അവിടെ വരുന്നുണ്ട്. വെദർ ഇറ്റ് ബി എ ഫീമെയിൽ ഓർ മെയിൽ, ആ തരത്തിൽ ദി ആക്ച്വൽ കോൺഫ്ലിക്റ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ. അതായത് ആ ഫീമെയിലിനും മെയിലിനും അവരെ അതാക്കി തീർക്കുന്ന അധികാരത്തിൻ്റേതായ ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ ഭർത്തൃമതിയായ സ്ത്രീക്ക് പണം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവരൊരു കൊട്ടേഷനും കൊടുക്കില്ല. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയാണ് ഈ മോണിറ്ററി ക്യാപിറ്റലിസവും അതിനുശേഷം വരുന്ന ടെക്നോളജിക്കൽ ക്യാപിറ്റലിസവും അഡ്വാൻസ് ഈ ടെക്നോളജിക്കൽ ക്യാപിറ്റലിസത്തിൻ്റെയും മോണിറ്ററി ക്യാപിറ്റലിസത്തിൻ്റെയും ഒരു മിക്സ്ചറിൽ ആണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അവിടെ വരുന്ന ഈ പൊറുതികേടുകളെ എങ്ങനെയാണ് നമ്മൾ സത്യസന്ധതയോടെ എതിരിടുന്നത് എന്നുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ സ്പർശിക്കണമെന്ന് വിചാരിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ആനുഷംഗികമായിട്ട് സ്പർശിച്ചു പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ വായിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിന് റെലവൻസ് ഉണ്ട്. ദേ ആർ സോഷ്യലി റെലവൻറ്റ്. നമ്മളെങ്ങനെയാണ് ശരിയല്ലാത്ത ട്രാക്കിലൂടെ പോകുന്നത് എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വന്നു. പ്രത്യേകിച്ച് ഈ കലയെ സാഹിത്യത്തെ പറ്റിയൊന്നും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ദൈനംദിന വാർത്തകളാണ്. എന്നാലും അത് നമുക്ക് പറയാതിരിക്കാൻ നോക്കില്ല.
ഇതിൻ്റെ ഒരു ഈ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരു മീ ടു പ്രസ്ഥാനം വരുമ്പോൾ നമ്മളിപ്പോൾ മീ ടു എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടിച്ചു കയറിയിട്ട് കാര്യമില്ല. ഈ എന്നെയും എന്നൊക്കെ പറയുന്നവരൊക്കെ തന്നെ വളരെ പ്രഖ്യാതരും പ്രശസ്തരും സമൂഹത്തിൽ വലിയ നിലയിൽ എത്തിയവരുമായിട്ടുള്ളവരെ മാത്രമേ അവർ ഉപദ്രവിച്ചിട്ടുള്ളൂ എന്ന മട്ടിലാണ്. അങ്ങനെയല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കില്ല അവരെ ഉപദ്രവിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാത്തവരും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ വലിയ ആളായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനകത്ത് കാര്യമില്ല. ഒരു ബാലൻ്റെ ജീവിതത്തിലും പറഞ്ഞില്ലേ, ഒരു 8-10 വയസ്സ് അല്ലെങ്കിൽ അതിനും താഴെ പ്രായമുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഫീമെയിൽസിനാൽ ദുരുപയോഗപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കഥയും ഉണ്ട്. അത് സാധാരണ ഇതിൽ പറയാറില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില പ്രദേശങ്ങളിലുള്ള പരസ്യമായിട്ട് ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന ബാലന്മാർ അരുന്ധതി റോയുടെ ആ പുസ്തകത്തിലൊക്കെ അതുണ്ട്. അരുന്ധതി റായിക്കൊക്കെ എഴുതാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. അതിനപ്പുറം അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സാധാരണ ഇതിലുള്ളതാണ്. പക്ഷേ അതിനെ നമ്മളൊരു വളരെ ഒരു ക്ലിയർ പെർസ്പെക്റ്റീവിലൂടെ കാണുന്നതിന് പകരം ഏകപക്ഷീയമായിട്ട് നമ്മളതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ട് എ ഡിവിഷൻ ബിറ്റ്വീൻ ദി മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് നിയോ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു താല്പര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ക്ലാസ് കോൺട്രഡിക്ഷൻ ഈസ് ഗോൺ, അത് പൊയ്ക്കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ആയി തീരുമ്പോഴത്തേക്ക് മറ്റുള്ള കോൺട്രഡിക്ഷൻസ് ഫോർ ഫ്രണ്ടിലേക്ക് വരുമെന്നും അപ്പോൾ ഇതായിരിക്കണം പ്രധാനപ്പെട്ട അജണ്ടയെന്നും അതുകൊണ്ട് നിങ്ങളിത് പ്രധാന അജണ്ടയായിട്ട് സ്വീകരിച്ച് നിങ്ങളിത് തന്നെ ഈ പറഞ്ഞില്ലേ പീഡോഫീലിയ ഒരു പ്രധാന അജണ്ടയായിട്ട് കൊണ്ട്. പീഡോഫീലിയ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പീഡോഫീലിയ ഉണ്ട്, എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റഡ് ആൻഡ് ഇറ്റ് വാസ് റെസിസ്റ്റഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. നമ്മുടെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് പീഡോഫീലിയ, അതായത് പീഡോഫീലിയ വാസ് സോഷ്യലി സാങ്ഷൻഡ് ആയിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു അന്നത്തെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വൈവാഹിക ജീവിതമാകാമെന്ന് പറയുന്ന ഒരിതാണ്. അവിടെ പിന്നെ ഒരു പീഡോഫീലിയുടെ പ്രശ്നം വരുന്നില്ല. പക്ഷേ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് പെൺകുട്ടിയായിരിക്കും ആ ഒരു ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാറി വരികയാണ് ചെയ്തത്. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാറി വന്നു എന്നുള്ളത് കൊണ്ടാണ് പഴയതിൻ്റെ റിമൈൻഡ്സ് ഇങ്ങോട്ട് തലപൊക്കുന്നത്. ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഡിപ്രഷൻ്റെ പീരീഡിലാണ്, ഒരു അപജയത്തിൻ്റെ പീരീഡിലാണ് അത് വീണ്ടും തലപൊക്കി വരുന്നത്. ഒരു NS മാധവനെ പോലെ ഒരു എഴുത്തുകാരുണ്ടായി വരുന്നത് ഒരു അപജയത്തിൻ്റെ സൂചകമെന്നുള്ള രീതിയിലാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തകരാറുകളെപ്പറ്റി കൂടെ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു. അതിനുള്ളൊരു ഡിസ്കഷനുള്ളൊരു വേദിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അതായിപ്പോയി. നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ടച്ച് ചെയ്യാനും കഴിഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ ഇത് നിർത്തുകയാണ്.